ഹലോ ഗൈസ്, ഇന്ന് സന്ധ്യയൊക്കെ ആയപ്പോഴത്തേന് അമ്മാമ്മയുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വരുന്ന കണ്ടപ്പോഴത്തേന് അമ്മാമ്മയാണെങ്കിൽ മാസ്ക് ഒക്കെ എടുത്ത് ഫിറ്റ് ചെയ്ത് കേട്ടോ. അമ്മാമ്മയ്ക്ക് പനിയാണ് ഗൈസ്. ഋതു ഉണ്ടായതുകൊണ്ടാണ് മാസ്ക് വെച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞങ്ങൾക്ക് തരാനായിട്ട് കപ്പയ്ക്കൊക്കെ എടുത്ത് ചെത്തുന്നുണ്ടേ. ഇതാണെങ്കിൽ അവിടെ തന്നെ പിടിച്ച കപ്പയ്ക്കാണ്. മാമിയാണെങ്കിൽ ബിസ്ക്കറ്റും കേക്കും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അതിനകത്തുനിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള കപ്പയ്ക്കായിരുന്നു കേട്ടോ. റെഡ് ലേഡി ആയിരുന്നു. അപ്പോൾ ബാക്കി വന്ന ആ അരിയൊക്കെ ഉണ്ടല്ലോ, ആ അരിയെല്ലാം കൂടി എടുത്തിട്ട് ഒരു കവറിനകത്താക്കി മാമി തരുന്നുണ്ട്, വീട്ടിൽ കൊണ്ടുവന്ന് പാകാന്നൊക്കെ പറഞ്ഞിട്ട്. വീട്ടിലെല്ലാവർക്കും കപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെല്ലാം ഒരു കവറിനകത്താക്കി പാക്ക് ചെയ്ത് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും അമ്മാമ്മ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം അവിടെ പറയത്തക്ക കൃഷിയൊന്നും ഇല്ല. അപ്പാപ്പനുള്ള ടൈമിലായിരുന്നു എല്ലാം. അതായത് ചീനി, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, പിന്നെ കുരുമുളക്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ ആരും നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃഷിയൊന്നും അങ്ങനെയൊന്നും ഇല്ല അവിടെ. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി. മാമൻ ജോലിക്ക് പോയിട്ട് വരാനുള്ള സമയം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് മാമനെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴി റോഡിൽ വെച്ച് മാമനെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ചിറ്റയുടെ വീട്ടിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നേ. കാരണം ഉത്സവത്തിന് വന്നപ്പോൾ സാന്ത്ര എന്തൊക്കെയോ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ കയ്യിൽ തന്നു വിട്ടായിരുന്നു അമ്മാമ്മ. പിന്നെ വരുന്ന വഴിക്ക് അത് കൊടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.